ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പീസ് ലില്ലിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. നല്ലൊരു എയർ പ്യൂരിഫിക്കേഷൻ പവറുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഇൻഡോറായി വളർത്തുന്നത് വളരെ നല്ലതാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലവറും അതുപോലെ ഇതിൻ്റെ ലീഫും നല്ല ഭംഗിയാണ്. ഫ്ലവറിന് നല്ലൊരു വൈറ്റ് കളറാണ്, ലീഫും നല്ല ഭംഗിയുള്ള ലീഫാണ്. ആന്തൂറിയത്തിൻ്റെ ഫ്ലവറിനോട് ചെറിയൊരു സാമ്യമുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് കാലം ആ ഒരു ഫ്ലവർ അതിൽ നിൽക്കുന്നുള്ളതാണ്. പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല, മാസങ്ങളോളം ആ ഒരു ഫ്ലവർ അതിലുണ്ടാകും, നല്ല ഫ്രഷായിട്ട് തന്നെ. പിന്നെ ഒരുപാട് മാസങ്ങൾ കഴിയുമ്പോഴാണ് 3-4 മാസമൊക്കെ ആ ഫ്ലവർ അതിൽ നിന്ന് കഴിയുമ്പോൾ മാത്രമാണ് ആ ഫ്ലവറിൻ്റെ കളറിനൊരു മങ്ങലൊക്കെ ആയിട്ട് അത് ചെറുതായിട്ട് അങ്ങനെ നശിച്ച് പോകുന്നത്. അപ്പോൾ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ പീസ് ലില്ലിയിലുള്ളത്. അപ്പോൾ ഇത് 3 വർഷമായിട്ട് ഈ ഒരു പോട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. 3 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഈ പോട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിലിപ്പോൾ 2 ഫ്ലവർ ഉണ്ട് കേട്ടോ. ഒരുപാട് ഫ്ലവർ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് 3-4 ഫ്ലവറൊക്കെ ഒരു ചെടിയിൽ തന്നെ നിൽക്കുന്നത് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാകുക. ഇപ്പോൾ ഇതിൽ 2 ഫ്ലവറുള്ളൂ. അതിലൊരു ഫ്ലവർ നശിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് 3-4 മാസം മുന്നേ ഉണ്ടായിട്ടുള്ളൊരു ഫ്ലവറായിരുന്നു. അപ്പോൾ ഇത് ഫ്ലവറിങ്ങൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചെടി. അതുപോലെ തന്നെ ഇതിലൊക്കെ ഒരു വണ്ടിൻ്റെ ഒരു ശല്യമുണ്ട്. എന്തോ ഒരു പ്രാണി വന്നിട്ട് ഇതൊക്കെ നാശാക്കിയിട്ടുണ്ട്, കുത്തിയിട്ട്. ഇത് ലീഫിലൊക്കെ ഉണ്ട് ഈ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീസ് ലില്ലിയുടെ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറേ തൈകൾ ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് കാണുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഞങ്ങൾ പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൽ കുറേ തൈകളുണ്ട്. അപ്പോൾ അത് വേറെ പോട്ടുകളിലേക്ക് മാറ്റി നടാം. അതുപോലെ തന്നെ ഈ മദർ പ്ലാന്റിനെ വേറൊരു പോട്ടിലോട്ട് മാറ്റാനാണ് നിൽക്കുന്നത്. പോട്ടി മിക്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട്. അപ്പോൾ 3 വർഷം കഴിഞ്ഞതല്ലേ, അപ്പോൾ അങ്ങനെ കുറേ കഴിയുമ്പോൾ നമ്മൾ ഇത് മാറ്റിയിട്ട് വേറെ പോട്ടിലേക്ക് മാറ്റി നടുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകും കുറേ കഴിയുമ്പോൾ. ഇതിപ്പോൾ ഫ്ലവർ ഇല്ലാണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ ഇല്ലെങ്കിലും ഈ ലീഫ് ഇങ്ങനെ കാണാനും നല്ല ഭംഗിയാണ്. ചെറിയൊരു തിളക്കൊക്കെ ഉള്ള വലിയ ലീഫായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇൻഡോറായിട്ട് വെക്കുമ്പോൾ ഫ്ലവറിങ് കുറവായിരിക്കും, എന്നാലും ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയുള്ളത് കാരണം അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നല്ല എയർ പ്യൂരിഫയർ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോറായി വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. ഇൻഡോറായിട്ട് വളർത്തുമ്പോഴും നമ്മൾ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കണം. പിന്നെ നമ്മൾ ഔട്ട്ഡോറായി വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കരുത് കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫ് പെട്ടെന്ന് ബേണായി പോകുന്നുണ്ട്. ലീഫും ഫ്ലവറൊക്കെ ബേണായി പോവും, പെട്ടെന്ന് കരിയാണ് ചെയ്യുക. ഇതിൻ്റെ ഈ ലീഫിൻ്റെ അറ്റ ഭാഗത്ത് നിന്നും കരിഞ്ഞു വരികയാണ് ചെയ്യുക. ആദ്യം ഒരു യെല്ലോ കളറാവും, പിന്നെ അതിങ്ങനെ കരിഞ്ഞ് കറുത്ത കളറായിട്ട് അങ്ങനെ ആ ഒരു ലീഫ് അങ്ങനെ നശിച്ചു പോവും. അങ്ങനെ പ്ലാന്റിന് തന്നെ അത് മൊത്തത്തിൽ നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക. പക്ഷേ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വെക്കാനും ശ്രദ്ധിക്കുക. അത്യാവശ്യം വെളിച്ചാവശ്യമുള്ള ചെടിയാണ്. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുക. രാവിലത്തെ വെയിലൊക്കെ കിട്ടുന്ന ഭാഗത്തായ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ കുറേ തൈകളുണ്ട്. അപ്പോൾ അതും ഈ മദർ പ്ലാന്റും കൂടെ മാറ്റി നടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ റൂട്ട്സൊക്കെ നന്നായിട്ട് തിങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു പോട്ടിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു പോട്ടി മിക്സിൻ്റെ എഫക്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുതിയ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടാണ് അതിലോട്ട് ഇത് നട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുറച്ച് മണൽ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മണൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ മണൽ കിട്ടാനില്ലെങ്കിൽ മാത്രം കുറച്ച് ചരൽ രൂപത്തിലുള്ള മണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പോട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ. അധികം വെള്ളം കെട്ടി നിൽക്കാത്ത വിധത്തിലുള്ള പോട്ടി മിക്സ് റെഡിയാക്കുക. ഒരുപാട് ഈർപ്പം ഈ ചെടിക്ക് ആവശ്യമില്ല. നമ്മൾ നനയ്ക്കുമ്പോൾ തന്നെ 1-2 ദിവസങ്ങളിലൊക്കെ നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചകിരിച്ചോറ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ പോട്ടി മിക്സ് റെഡിയാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റൂട്ട്സൊക്കെ മേലോട്ട് കുഞ്ഞു കുഞ്ഞു റൂട്ട്സൊക്കെ നിറയെ തിങ്ങി വന്നത് കാണുന്നില്ലേ. അപ്പോൾ ഇത് പോട്ടിൽ നിന്ന് കൊട്ടുന്ന വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ.
അതിന് ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തൈയാണ് കേട്ടോ അതിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് റൂട്ട്സ് ഉണ്ടാകും. നമുക്ക് മൊത്തത്തിൽ റൂട്ട്സ് ഒന്നും ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള 1-2 റൂട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് വളർന്ന് വന്നോളും. മാറ്റി നടുന്ന സമയത്ത് കുറച്ച് റൂട്ട്സ് മാത്രം അതിൽ നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ അടിയിൽ ഇതുപോലെ ഓടിൻ്റെ കഷ്ണങ്ങളോ അതല്ലെങ്കിൽ കുറച്ച് വലിയ മെറ്റൽ പീസുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. ഡ്രെയിനേജ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലോട്ട് പോട്ടി മിക്സ് ചേർത്ത് കൊടുക്കാം. പോട്ടി മിക്സ് എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ആദ്യം റെഡിയാക്കി വെച്ചത് പോട്ടി മിക്സ് ആണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ഇപ്പോൾ കാണിക്കാത്തത്. അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിൽ ചേർത്തിട്ട് എന്നുള്ളത്. ഇനി നമുക്കതിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു തൈ ഇതിലേക്ക് മാറ്റി നട്ടു കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇതൊരു മീഡിയം സൈസ് പോട്ടിലാണ് കേട്ടോ നടുന്നത്. പിന്നെ ഇതിലും ചെറിയ പോട്ടിലാണ് വേറെ 2 തൈകൾ നട്ടിട്ടുള്ളത്. അപ്പോൾ ചെറിയ തൈകളായതുകൊണ്ട് അത്ര പോകുന്ന പോട്ട് മതിയെന്ന് വെച്ചതാണ്. അപ്പോൾ വലിയ പോട്ടിൽ വേണമെങ്കിൽ നടാം. ഇത് ഒരുപാട് വലിപ്പം വെക്കുന്ന ചെടിയാണ്. അപ്പോൾ കുറച്ച് വലിയ പോട്ടിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. നനക്കുന്ന സമയത്ത് വെള്ളം ഓവറായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ പോട്ടിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെറിയ പോട്ടിൽ ഇത് നിൽക്കുന്നത് കാണാൻ നല്ല ക്യൂട്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഫ്ലവറൊക്കെ വന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ പോട്ടിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. മദർ പ്ലാന്റ് വലിയൊരു പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പോട്ടി മിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പോട്ടി മിക്സിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. നമ്മളൊരു 40% മണ്ണ് എടുക്കുക. പിന്നെ 20% മണലും അതുപോലെ തന്നെ 20% ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 1 കപ്പിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 കപ്പ് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ 1/2 കപ്പ് ചാണകപ്പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് മണലും എടുക്കാൻ ശ്രദ്ധിക്കുക. മണൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ആ ഒരളവിലും കൂടെ മണ്ണ് എടുത്താൽ മതി. കുറച്ച് ചരൽ രൂപത്തിലുള്ള മണ്ണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക മണലില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സിൻ്റെ അളവിനനുസരിച്ച് അത് മാറ്റി കൊടുക്കുക. 2 കപ്പ് മണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ 1 കപ്പ് ചാണകപ്പൊടി 1 കപ്പ് മണലും എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 5%ഓളം എല്ലുപൊടിയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ കടലപ്പിണ്ണാക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മളെ ചെടിക്ക് കീടങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇലകളിലൊക്കെ ഒരു പ്രാണി എന്തോ വന്നിട്ട് കുത്തിയിട്ട് ഓട്ടയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കീടങ്ങളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചിട്ടാണ്, ഇതുപോലെ ഡയറക്റ്റായിട്ടല്ല, ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടും കൂടെ ഒരു 10% ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലോട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്കുള്ള പോട്ടി മിക്സ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവിലൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു ഡെമോ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഔട്ട്ഡോർ പ്ലാന്റിങ്ങിൻ്റെ പോട്ടി മിക്സാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ഇൻഡോർ ആയിട്ടാവുമ്പോൾ കുറച്ച് വ്യത്യാസം വരും പോട്ടി മിക്സിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്